ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് പെപ്പർ ചിക്കനാണ്. എനിക്ക് ചിക്കൻ ഐറ്റംസിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പെപ്പർ ചിക്കൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ടേസ്റ്റി ഇത് തന്നെയാണെന്നാണ്. ഇപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ അത് വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ചിക്കൻ 1.5 കിലോ ചിക്കനാണ് കട്ട് ചെയ്ത് വെച്ചേക്കുണ്ട്. അത് കഴിഞ്ഞ് സവോള, ഒരു 5 ചെറിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ 5 പച്ചമുളക് വേണം. ഒരു ഇത്രയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്, അത് ഏകദേശം ഒരു 10 വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചി അരച്ചതാണ് അത്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ പച്ചമുളക്, 5 പച്ചമുളക്, ഗരം മസാല, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, എന്നിട്ട് കടുകിടുക. ഇതിലേക്ക് നമ്മൾ ഒരു കൈ തേങ്ങാക്കൊത്തിടുക. നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് മൂത്ത് പച്ചച്ചവ മാറി വരണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, 5 പച്ചമുളക് കീറിയിട്ടത് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഇച്ചിരി കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതിനി ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് ഉള്ളി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഫ്ലെയിം കുറച്ചിടണം ഇനി, കാരണം നമുക്ക് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് ഇട്ടുകൊണ്ട് മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതിയേ. കാരണം നമ്മുടെ ഇതിൽ കുരുമുളക് പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. 1, 2, 3 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് അതുപോലെ ഒന്ന് പൊടികളെല്ലാം ഇതിനകത്തേക്ക് കിടന്നൊന്ന് മൂത്ത് വരട്ടെ. പൊടികളെല്ലാം ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഗരം മസാല, 1 സ്പൂൺ ഗരം മസാല പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അത് അങ്ങോട്ടിട്ട്
ഈ കുരുമുളക് നമ്മൾ എപ്പോഴും പെപ്പർ ചിക്കന് വേണ്ടിയുള്ള കുരുമുളക് അന്നേരം പൊടിച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റും കിട്ടത്തില്ല, ആ കുരുമുളകിൻ്റെതായ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ പൊടിച്ചെടുത്ത് വേണം പെപ്പർ ചിക്കന് വേണ്ട കുരുമുളക് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയ ടൊമാറ്റോ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് വെന്ത് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് കിട്ടണേ, എങ്കിലേ ഇതിൽ മസാല പിടിച്ച് കിട്ടത്തുള്ളൂ. ഇങ്ങനെ വലിയ പീസായിട്ടുള്ള ചിക്കനൊന്നും എനിക്കിഷ്ടമല്ല. കുക്ക് ചെയ്യാറില്ല അങ്ങനെ. ഇങ്ങനെ ആവുമ്പം ഇതിലൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് വരും. ഇതിലേക്ക് നമ്മളിനിയും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, കുറച്ച് മതി, ബാക്കി ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഉണ്ടല്ലോ, കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം. ഇനി അത് വേവട്ടെ. ഇനി ഇത് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് പെപ്പർ ചിക്കൻ കുക്കായോ എന്ന് നോക്കാം. നല്ല തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് ചിലർക്ക് അങ്ങ് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ വെച്ച് വെള്ളം കുറച്ചുകൂടെ വറ്റിച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ ഇച്ചിരി ശകലം ഗ്രേവി ഉള്ളതല്ലേ നല്ലതാണ്. അപ്പോൾ അന്നേരം നമുക്ക് ഈ ഒരു പരുവത്തിൽ എടുക്കാം. ഞങ്ങൾ ഇന്ന് ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എങ്കിലേ വീഡിയോസ് നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുമ്പോൾ തന്നെ വരുത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.